നമസ്കാരം. പൊളി ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ്? ഇല്ല, സമാധാനം. പക്ഷേ ചില ആൾക്ക് സമാധാനം ഇല്ല എന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും സമാധാനം ഉണ്ടല്ലേ? സന്മനസ്സുള്ളവർക്ക് സമാധാനം. സന്മനസ്സുള്ളവർക്ക് പേടിക്കണ്ട. അതുപോലെ തന്നെ ഈ റേഷനൊക്കെ പേടിക്കണം. എന്തായാലും എനിക്കും നല്ല മനസ്സായതുകൊണ്ട് എനിക്ക് യാതൊരു ഭയമില്ല. കാരണം ED വരില്ല, മറ്റേ SFIO വരില്ല. അടി വന്നാലേ ഉള്ളൂ. അടീനെ മാത്രമേ പേടിക്കുന്നുള്ളൂ. അത് നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ അതിലും പേടി കുറഞ്ഞു. കേരളം ജന്തർ മന്ദിറിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മളെ കേരളത്തെ ഇട്ട് ഞെരിക്കുകയാണെന്നും വെള്ളപ്പൊക്കം വന്നപ്പോൾ പോലും സഹായിച്ചില്ല എന്നാണ്. അതുമാത്രമല്ല, കുറേ വിദേശ രാജ്യങ്ങൾ നമ്മളെ സഹായിക്കാന്ന് വെച്ചപ്പോൾ ആ പൈസ വാങ്ങാൻ പറ്റിയില്ല, പൈസ വാങ്ങാൻ സമ്മതിച്ചില്ല. എന്നാൽ നമ്മൾക്ക് അർഹതപ്പെട്ട യാതൊരു പൈസയും തരുന്നുമില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയമായി കേരളത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട് പിണറായി. ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ആരും അതിന് അറിയുന്നത് അതാണ് നമ്മൾ അറിയേണ്ടത്. അരവിന്ദ് കെജ്രിവാൾ, പിന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ ശിഷ്യൻ, അങ്ങനെ ഫറൂഖ് അബ്ദുള്ളക്ക് ഇപ്പം അധികാരമൊന്നുമില്ല. എങ്കിൽ പോലും പിണറായിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി വന്നിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസ് ഇന്നലെ നടത്തിയല്ലോ. ഇന്നലെ നടത്തിയത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ, ആ കക്ഷിയാണല്ലോ ഇവര്. ഇപ്പൊ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നാണ് പറയുന്നത്. ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ട്, ഇത് ഏച്ചുകെട്ടെന്ന് പറയുന്നത് ശരിക്കും ഒറ്റക്കെട്ടെന്നൊക്കെ. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് മമതാ ബാനർജിനെ വിളിക്കാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ മമതാ ബാനർജിനെ വിളിക്കണം. അവരാണല്ലോ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത്. അവരാരെയും വിളിച്ചില്ല. അല്ല, അവരല്ലാതെ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ഇവിടെ വന്നിരുന്നിട്ട് വലിയ കാര്യം. പക്ഷെ ഇതിൽ വലിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പാവപ്പെട്ട ചെറിയ കക്ഷിയാണെങ്കിൽ പോലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് RSPനെയും വിളിച്ചില്ല. RSPനെ വിളിക്കണ്ടായിരുന്നല്ലോ, RSPനെ വിളിച്ചില്ല. യഥാർത്ഥത്തിൽ ഇത്തരം പൊറാട്ട നാടകം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്? അല്ല രാശി, ഇതിപ്പോ ആർക്കറിയാൻ പോലെ തെരഞ്ഞെടുപ്പല്ലേ? അല്ല, ഈ പുളിക്കഞ്ചേട്ടന്റെ ഭാഷയിൽ പറയുന്നത് തുരന്നെടുപ്പ്. എത്രത്തോളം തുരന്നെടുക്കാവോ? വെറും തുരന്നെടുപ്പാ. ചില ഞാൻ പറഞ്ഞ ഇതൊക്കെ നല്ലതാണ്. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഓർക്കുന്നത് നല്ലതാണല്ലോ. ഇങ്ങനെയൊക്കെ പരിപാടി ഇങ്ങനെയൊക്കെ കൊണ്ടത് കേന്ദ്ര സർക്കാരെ കൊണ്ട്. അല്ലാതെ ഇത് പെട്ടെന്നുണ്ടാവുന്ന ഒരു സാധനമല്ലല്ലോ. ഇതിന്റെ ഭയങ്കര തമാശ. ചെറിയ ഓർമ്മ വെച്ച കാലത്തോട്ട് ഞാൻ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ഇവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള LDF ആണ് ഭരിക്കുന്നത്. അന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക്. അല്ല, EMSന്റെ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിത നയമായിരുന്നല്ലോ ഭരണവും സമരവും. സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണ് എക്കാലത്തും. ഇതൊരു പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല, മനസ്സിലായി. അപ്പൊ ഇതിനൊരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്നു. BJPനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മളെ രക്ഷിക്കണം, എന്നാലേ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ രാജ്യം രക്ഷപ്പെടുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടാണ്. അതിന്റെ അല്ലാതെ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് എന്താ സംഭവിക്കുക? അത് കേരളക്കാരെ ശരിക്കും പറഞ്ഞാൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മലയാളത്തിൽ ബാനർ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ പ്രസംഗിച്ച എല്ലാവരും മലയാളത്തിൽ പ്രസംഗിക്കുന്നു. അവസാന മുഖ്യമന്ത്രി ഒരു കുറച്ച് ഭാഗം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമാണ് കേന്ദ്രം കേൾക്കണ്ടു. ബാക്കി പറയാനുള്ളതെല്ലാം കേരളത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, വോട്ടർമാരായിട്ട് നമ്മളെല്ലാം തഴമ്പിച്ച് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ആളുകളെല്ലാം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കേന്ദ്രമാണെങ്കിൽ ആ ഭാരതരി തെക്കോട്ട് വിട്ടു. തൃശ്ശൂർ ഇറക്കിയല്ലോ. അതെ, ഭാരതരി 29 രൂപക്ക് കൊടുക്കുന്നു. കേരളത്തിലുള്ള എല്ലാ ആളുകളും തൃശ്ശൂരിലേക്ക് പോവുക. അല്ല, എവിടെ നിന്നും കിട്ടണ്ടേ? ഭാരതരി എവിടെ നിന്നും കിട്ടും. ഇനി ഓൺലൈനിലും കിട്ടാൻ പോവാണ്. ഓൺലൈനിൽ ഭാരതരി കിട്ടാൻ പിന്നെ തൃശ്ശൂർ വരെ പോകേണ്ട കാര്യമില്ല. ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ ശരിക്കും സുരേഷ് ഗോപിനും ജയിപ്പിക്കാൻ തൃശ്ശൂരാണ് ഇപ്പൊ അവർക്ക് കിട്ടാൻ പോണ ഒരു സീറ്റ്. സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണ്, അരിന്റെ കേന്ദ്രമാണ് തലസ്ഥാനം തൃശ്ശൂർ. തൃശ്ശൂരാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആദ്യം അവിടെ അരി ഇറക്കി, ആദ്യം അവിടെ സുരേഷ് ഗോപിനെ ഇറക്കി, പിന്നീട് ഭാരതരി ഇറക്കി. അതാണ് അതിന്റെ സത്യാവസ്ഥ. അല്ല, പക്ഷേ തൃശ്ശൂരിൽ പോയിട്ട് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ തൃശ്ശൂർ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് കുറെ ആൾ പോയിട്ട് ഞാൻ ഈ അരിച്ചാക്കം എടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത്രേ ഉള്ളൂ. അരിച്ചാക്കം എടുത്ത ആളുകൾ കുറച്ചും കൂടി സംതൃപ്തരാണ്. കാരണം അറിയാം,
അല്ല ഞാൻ പറഞ്ഞ ഈ ഒരു കിറ്റ് കൊടുത്തതിന്റെ പേരിൽ ഭരണ തുടർച്ച ഉണ്ടായ സ്ഥലമാണ് ഇത് കേരളം. അപ്പൊ പിന്നെ അരി തന്നെ കൊടുത്താലോ, ഓരോ ചാക്ക് അരി തന്നെ കൊടുത്താലോ ഉറപ്പായിട്ടും ബി ജെ പി തൽപരകക്ഷികൾ പറയുന്നതാണ് കിറ്റ് കൊടുത്തോണ്ടാ ജയിച്ചെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. ശരിക്കും പിന്നെ ഗംഭീര ഭരണം. അതുകൊണ്ടാണ് അത് കിട്ടിയത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതിനെയൊക്കെ വളരെ ഇല്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറയുന്നത് കിറ്റ് കൊടുത്തോണ്ട് നെഗറ്റീവായിട്ട് കാണുന്നുണ്ടല്ലോ. ഇത് നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവ് അല്ലേ? കിറ്റ് കൊടുക്കുന്നത് പോസിറ്റീവ്, കൊടുക്കാതിരിക്കുന്നില്ല നെഗറ്റീവ്. അല്ല അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് പറയാൻ നിങ്ങൾ കിറ്റ് കൊടുത്തോണ്ട് കിട്ടിയതാണ്. അല്ല അപ്പൊ ഞാൻ പറയണത് എനിക്ക് കേന്ദ്രവിരുദ്ധ സമരത്തോട് അനുകൂലമാണ്. എന്ന് വെച്ചാല് അപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചും നമ്മുടെ സംസ്ഥാനം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ ഓർക്കുന്നത് നല്ലതാണ്. അല്ല നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഇവിടെ മുണ്ട് മുറിക്കൊള്ളാൻ വേണ്ടി ഇയാൾ പറയുന്നു, ബാലഗോപാലൻ പറയുന്നു, എല്ലാവരോടും മുണ്ട് മുറിക്കാളൻ പറയുന്നു, യാതൊരു തരത്തിൽ പൈസ ഇല്ല, ഇവിടെ ഭയങ്കര പ്രതിസന്ധിയാണെന്ന് പറയുന്നു. പക്ഷേ മന്ത്രിമാർക്ക് എത്രയും ദൂർത്തടിക്കാനുള്ള പൈസ കൃത്യമായിട്ടുണ്ട്. അവർ പിന്നെ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ കേക്ക് മുറിക്കുന്നു, നാട്ടുകാർക്ക് സദ്യ നടത്തുന്നു, ഓണത്തിന് സദ്യ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അപ്പം ഇപ്പോൾ ഇന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തോടുകൂടി ട്രഷറിയൊക്കെ വലിയ പ്രതിസന്ധിയിലാവും എന്നാണ്. മാർച്ചോടുകൂടി നമുക്കറിയാലോ പല ബില്ലുകളും പാസ്സാക്കി എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും, വികസന പ്രവർത്തനങ്ങൾക്കൊന്നും പൈസ ഇല്ലാതെ വരും. ഇതേ സമയത്ത് തന്നെ ഇലക്ഷനും പ്രഖ്യാപിക്കും. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? അല്ലെന്നേ ഇത് ആർക്കാ ഇതിന്റെ പ്രതിസന്ധികളെ? സർക്കാരിന് പ്രതിസന്ധി ഉണ്ടെന്നാണ് ബാലഗോപാലൻ പറയുന്നത്. ഞാൻ ഏത് തലത്തിലാണ് പ്രതിസന്ധി കാണിക്കുന്നത്? ഇപ്പൊ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റില്ല. സർക്കാർ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പിന്നെ അവർ കാറ് മേടിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അവർ സദ്യ നടത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ നമുക്ക് നോക്കൂ, ഡൽഹിയിലേക്ക് പോയി. ഇന്നലെയാണ് എല്ലാ മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയി, MLA മാര് പോയി, CPM-ന്റെ പല പ്രമുഖരായ നേതാക്കന്മാരൊക്കെ പോയിട്ടുണ്ട്. CPM നേതാക്കന്മാരുടെ നമുക്കറിയില്ല, പക്ഷേ മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫും സംഘങ്ങളും ഒക്കെ ആയിട്ട് ഇവിടുന്ന് ഡൽഹി വരെ പോയി അവിടെ താമസിച്ച് ഇന്നും കഴിഞ്ഞ് നാളെ ഇവിടെ തിരിച്ചെത്തുമ്പോഴേക്ക് ഇതാണ് സർക്കാരിന് എത്രത്തോളം പൈസ ചെലവാകും. അല്ല രാജേഷ് ഈ കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് അറിയാത്തോണ്ടാണ് പറയുന്നത്. അല്ല അത് പഠിക്കാത്തോണ്ടാണ്. അതായത് EP ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പോകുന്നവരെല്ലാം സ്വന്തം പൈസക്കാണ് പോകുന്നത്. ആ ഒരു ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകും. സ്വന്തം പൈസ കാണാൻ നമുക്ക് വേണ്ടി, കേരളത്തിലെ സാധാരണക്കാരൻ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം പൈസക്ക് EP ജയരാജൻ മാത്രമായിരിക്കും, വേറെ ആരും പോകാൻ സാധ്യത. നിങ്ങള് കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നുണ്ട്. എല്ലാവരും സ്വന്തം കാശിട്ട് ഏത് സർക്കാർ ഇന്നുവരെ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ വലിയ ത്യാഗം, ആ ത്യാഗത്തെ നമ്മൾ കാണണം. അതേ പറഞ്ഞ ഇത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഓർക്കുന്നത് നല്ലതാണ്. നമ്മളെ ഓർക്കുമല്ലോ. അതെ. ഇപ്പൊ എന്റെ ഓർമ്മയിൽ EK നായനാരുടെ കാലത്താണ് ഇതുപോലൊരു കേന്ദ്ര സമരം നടന്നത്. അവിടെ പോയി ഇരുന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സമരമൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം പിന്നെ സമരമല്ല, ഇത് സമ്മേളനമാണ്. ഇത് സമ്മേളനമാണ്. അല്ല എന്റെ ഒരു സംശയം എന്താണ്, ഈ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ, ഇപ്പൊ മുഖ്യമന്ത്രി ആയാലും ശരി, മറ്റു മന്ത്രിമാരും ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും ഫെഡറലിസത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്, കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് അതിനർത്ഥം. ഇങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ എടുത്തവരെങ്ങനെയാണ് പോയി ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത്? അത് ശരിക്കും നിയമപരമായി തെറ്റാണ്. സമരം ജനാധിപത്യ അല്ല, പക്ഷെ മന്ത്രിമാർക്ക് ഭരണഘടനാ പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റാൻ ചുമതലപ്പെട്ടവരല്ലേ. ഫെഡറലിസം തെറ്റിയാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കണ്ടേ? അതെന്താ ഫെഡറലിസം തെറ്റിയില്ലല്ലോ. എവിടെ തെറ്റിയത്? അല്ല തെറ്റിന്നല്ലേ പറയുന്നേ. ഞങ്ങൾക്ക് ആവശ്യത്തിന് കാശ് തരുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സമരം ചെയ്യാതെ വീട്ടിലാണ്. എൻ്റെ ഒരു സംശയം, ഈ കേരളം ഈ പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങിയേക്കുവാണെന്നുള്ളതാണ്. കാരണം ആരും പൈസ തരുന്നില്ല. മറ്റ് സ്റ്റേറ്റിന് ഈ ഇപ്പൊ കർണാടക സർക്കാർ അവർക്കുള്ള വിഹിതം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ അവരുടെ സമരം. അവർ കേന്ദ്രവും കേരളവും അല്ല കർണാടകവും തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രശ്നം കാരണമാണ് അവർ ഇന്നലെ സമരം ചെയ്തത്. പക്ഷെ കേരളം മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യമായ പണം തരുന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു. അതുപോലെ തന്നെ ഈ നമുക്കുള്ള GST നഷ്ടപരിഹാരത്തിലുള്ള വിഹിതം വളരെ കൃത്യമായി കിട്ടുന്നില്ല. പിന്നെ ആളോഹരി വരും ഇതിൽ കിട്ടുന്നില്ല. ഇതിനകത്തൊക്കെ നമ്മൾ നേരത്തെ ആദ്യത്തെ ഇതിലൊക്കെ പറഞ്ഞ ഈ സത്യസന്ധത ആരിൽ നിന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ പൈസ തരുന്നുണ്ട്. ഇവിടെ നിന്ന് പറയുന്നത് ഇല്ല. ഇത് ആരെയാണ് നമ്മളിപ്പോ വിശ്വസിക്കുന്നത്? അവര് പറഞ്ഞു വേറൊരു സംഭവം, കണക്കുകളിൽ കാണിക്കുന്ന കൃത്രിമം ആർക്കും കളിക്കാല്ല. കണക്കുകൊണ്ട് കുറെ കളികൾ കണക്കുകൊണ്ട് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അവര് പിന്നെ സഭയിൽ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മിസ് മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന്. ധനം കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലായ്മയും അപക്വമായ വികസന പ്രവർത്തനങ്ങളുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ ധനപ്രതിസന്ധിക്ക് കാരണമെന്നും ഇത് പരിഹരിക്കപ്പെടാതെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നുള്ള യഥാർത്ഥത്തിൽ അത് സത്യമാണ്. അല്ല അത്തരത്തിലുള്ള ചെലവിന്റെ പ്രശ്നങ്ങളുണ്ട്. ദുർവ്യയം എന്ന് പറയുന്നൊരു ദുർവ്യയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് എല്ലാ തലങ്ങളിലും നടക്കല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മന്ത്രിസഭ പോലും ക്യാബിനറ്റ് റാങ്ക് പോലെ 21 രക്ഷപ്പെടാൻ വേണ്ടി എത്ര ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാക്കുന്നത്?
21 നമുക്ക് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാക്കാവുന്ന. ഇപ്പൊ എത്ര ക്യാബിനറ്റ് റാങ്കുള്ള അതേഴ്സ് ഉണ്ടെന്ന് നോക്കണം. ഏതാണ്ട് 5ഓളം പേരുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ? ധ്രുവീയം തന്നെയാണല്ലോ. ഇതൊക്കെ ഓരോരുത്തരെ പ്രതിഷ്ഠിച്ച് തൃപ്തിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇത് കേരളം പോലുള്ള ശരിക്കും നമ്മുടെ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ ഇവിടെയുള്ള ആളുകൾ മൊത്തം പർച്ചേസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന GST വീതം കൊണ്ട് വേണം കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനം നടത്തി കൊണ്ടുപോകാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്ലസ് അതിൻ്റെ കൂടാതെ നമ്മുടെ പെട്രോളിനൊക്കെയുള്ള നികുതി, പെട്രോളിൻ്റെ നികുതി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കേരളം. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളെ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാലോ, മാഹിയിൽ പോയി കഴിഞ്ഞാൽ 12 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. തലശ്ശേരി പോകുന്ന ഒരാൾ മാഹിയിൽ വന്ന് പെട്രോൾ അടിച്ച് പോകുന്ന 12 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നികുതി, ഭയങ്കരമായ നികുതി ഏർപ്പെടുത്തുന്നു, സെസ് ഏർപ്പെടുത്തുന്നു, മദ്യം വിൽക്കുന്നു, മദ്യത്തിന് സെസ് ഏർപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ മദ്യത്തിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? ഇവിടെയുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ വേണ്ടി. പക്ഷെ 5 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. അപ്പൊ ഈ പിരിച്ച പൈസ എന്തുകൊണ്ട് കൊണ്ടുപോയി? ആരാ കൊണ്ടുപോയത്? അല്ല, അത് അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അതുപോലെ മാത്രമല്ല, ഈ പറയുന്ന ചെലവ് ചുരുക്കൽ എന്ന് പറയുന്നത് ആരാണ് ചുരുക്കേണ്ടതെന്ന് വലിയ ചോദ്യമുണ്ട്. അതെ അതെ അതെ. നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരാണോ ഈ ചെലവ് ചുരുക്കേണ്ടത്? എന്താ ഉദ്ദേശിച്ചത്? ഇതിപ്പോ പുള്ളി ഇത് ആരോടാണ് ചെലവ് ചുരുക്കാൻ പറ്റി പറഞ്ഞെന്നുള്ളത് നമുക്കിപ്പോ നിശ്ചയമില്ല. അത് അല്ല, നമ്മളാണോ ചെലവ് ചുരുക്കുന്നത്? ജനങ്ങളെല്ലാം ചെലവ് ചുരുക്കി തന്നെ ജീവിക്കുന്നത്. കാരണം ആളുകൾ നടക്കുള്ളൂ, ആഡംബരത്തിലല്ല ജീവിക്കുന്നത്. പക്ഷെ വേറെ സംഭവമുണ്ട്. പൊതുജനം മൊത്തം ചെലവ് ചുരുക്കി ജീവിക്കുമ്പോൾ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വീണ്ടും സർക്കാരിനല്ലേ അത് ബാധിക്കുക. അപ്പം ചെലവ് ചുരുക്കാനല്ലല്ലോ പറയേണ്ടത്. അല്ല, അതാണ് നിങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നല്ലേ പറയേണ്ടത്. ചുരുക്കേണ്ടവർ ചുരുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പ്രശ്നം. ചുരുക്കേണ്ടവർ ഇത് ചുരുക്കണ്ടേ? അത് ഒരു സ്ഥലത്തും നമ്മൾ കാണുന്നില്ലല്ലോ. ആഡംബരത്തിന് ഒരു തരത്തിലുള്ള കുറവും നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നില്ല. ചെലവാക്കുന്നതിനൊന്നും ഒരു കൈയും കണക്കും ഇല്ലാതെ ചെലവാക്കുന്നുണ്ട്. പക്ഷെ അത് ആരാണ് ഇത് സഫർ ചെയ്യുന്നതെന്നുള്ള ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എല്ലാ സർക്കാരുകളും കൊടുക്കേണ്ടത്. അത് പക്ഷേ അത് കൊടുക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഇതിലിപ്പം നമ്മൾ കുറച്ചു കാലമായി കണ്ടുണ്ടെങ്കിൽ സംഭവമുണ്ട്. ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ അല്ലെന്നും, നമുക്ക് ഈ കടമെടുക്കാനുള്ള പരിധി വെട്ടി ചുരുക്കിയോടുകൂടി നമ്മൾ കിഫ്ബിയെ മാത്രമാണ് ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് കാലകാലമായി പറഞ്ഞത്. ഇപ്പൊ തോമസ് ഐസക്കിന്റെ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് കിഫ്ബി ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ബജറ്റിൽ കിഫ്ബിയെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. അല്ല, കിഫ്ബിക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ സംസാരിക്കാത്തത്. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഈ ബാലഗോപാലിന് യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ താല്പര്യമില്ല. അത് കിഫ്ബി എന്ന് പറയുന്നത് ബാലഗോപാലിന്റെ കുഞ്ഞല്ല, അത് തോമസ് ഐസക്കിന്റെ കുഞ്ഞാണ്. വല്ലവന്റെ കുഞ്ഞിനെയും കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നുള്ള പോളിസിയാണ് ഇപ്പോൾ. എന്താണ് ഈ ഗണേഷ് കുമാർ ഈ KSRTCയിൽ കാണിക്കുന്നത്? KSRTCയിൽ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയും കാലം കൊണ്ട് നടന്നത് ഞാനല്ലെന്നും, അത് കൊണ്ട് നടന്ന ആളാരാണ്? ഇയാളാണ്. അങ്ങനെ അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹമാണ് കുറേ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചെന്നും, അതുകൊണ്ട് അതിൻ്റെയൊക്കെ വരുമാനം അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് എനിക്കിത് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പുള്ളി ഈ പർച്ചേസ് ചെയ്യേണ്ട തീരുമാനം. അപ്പം ഇങ്ങനെ ഓരോ ആളുകളും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഈ മന്ത്രിമാർ തമ്മിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ചില തരത്തിലുള്ള രാജേഷ്, ഈ പറയുന്ന പിന്നെ നമ്മളൊരു 57 മുതലുള്ള ബഡ്ജറ്റുകൾ വായിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുഞ്ചൻ നമ്പ്യാർ മുതൽ ഇവിടെയുള്ള EV കൃഷ്ണപിള്ളയും സഞ്ജയനും ഒക്കെ തോറ്റുപോകും. അത്ര വലിയ തമാശയാണ്. കാരണം പ്രഖ്യാപിച്ച പദ്ധതികളും നടപ്പാക്കാത്ത പദ്ധതികളെയും കുറിച്ച് ആലോചിച്ചാലുണ്ടല്ലോ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. അത് തന്നെയല്ലേ ഇതിൻ്റെ ഒരു തമാശ ഏറ്റവും വലിയ. അപ്പൊ ബഡ്ജറ്റൊക്കെ ഇതിന്റെ വഴിക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു സാധനം, അതനുസരിച്ചല്ലല്ലോ ചെലവ് നടക്കുന്നത്. അല്ലല്ല, ഇപ്പം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്ന ഏതാണ്ടൊക്കെ ഒരു ബഡ്ജറ്റിലാണ്. കാരണം നമുക്ക് വേറെ വരുമാനമൊന്നും വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന പൈസ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവര് എപ്പോഴോ കിട്ടും എന്ന് വിചാരിക്കുന്ന പൈസ കൊണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പൈസ കൊണ്ട് ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന കോൺട്രാക്റ്റുകൾ പലതും നേരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ ഒരു കൃത്യമായ ബില്ലിട്ട് കൊടുക്കുകയും അവർ സത്യസന്ധരായ ഒരു കോൺട്രാക്ടറാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ആവശ്യമായ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ നിലവിലുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏത് സർക്കാരാണെങ്കിലും, ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വീരേന്ദ്രകുമാറിൻ്റെ പ്രതിമ
KM മാണിക്ക് പ്രതിമ, ഇതൊക്കെയാണോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അതാണോ അവർക്കുള്ള ഏറ്റവും വലിയ സ്മാരകം എന്ന് പറയുന്നത്? അല്ല, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ട്, മണിയുടെ കലാഭവനിയുടെ സ്മാരകം ഇതുവരെ ഒന്നും ചെയ്തിട്ട് പോലും ഇല്ല. പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. അതേ പറഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങളുമായിട്ട് ഇതിന് ബന്ധമില്ല. അല്ലെങ്കിൽ തന്നെ അതിലൊക്കെ എന്ത് ലോജിക്കാണ്? ലോജിക്കില്ല. ഈ മാണി ആരാണ്, മാണിക്ക് ആരാണ് പ്രതിമ പ്രഖ്യാപിക്കുന്നത്? മാണിക്ക് മാത്രല്ല കേട്ടാ, ബാലകൃഷ്ണ പിള്ളക്കും പ്രതിമ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പൊ അല്ല, വീരേന്ദ്രകുമാറിനുണ്ട്. വീരേന്ദ്രകുമാറിനുണ്ട്, ബാലകൃഷ്ണ പിള്ളക്കുണ്ട്. കാരണം ബാലകൃഷ്ണ പിള്ളക്ക് യഥാർത്ഥത്തിൽ പ്രതിമ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ആളുകൾ ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ പാടില്ല. അത്രയും വലിയ അഴിമതിക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടു പോയിരിക്കരുത്, ആളുകൾ അറിയാതിരിക്കരുത്. പക്ഷെ അവിടെ താഴെ എഴുതി വെക്കുകയും വേണം. അഴിമതി നടത്തിയതിന്റെ പേരിൽ ഏതാണ്ട് 6-7 മാസം ജയിലിൽ കിടന്ന വിദ്വാനാണ് ഇതെന്നും കൂടി എഴുതി വെക്കണം. 6-7 മാസം ജയിലിൽ കിടന്നില്ല, ആശുപത്രിയിലായിരുന്നു. അതൊരു പ്രത്യേക അസുഖം ബാധിച്ചിട്ട് ആശുപത്രിയിലായിരുന്നെങ്കിൽ പോലും. അല്ല, ഞാൻ പറഞ്ഞ എന്താണ് പ്രയോറിറ്റി എന്ന് പോലും നിശ്ചയിക്കപ്പെടാത്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ ഏത് തരത്തിലേക്കാണ് പോണത്, എന്തിനാണ് ഈ പൈസ ചെലവാക്കേണ്ടത്, അതൊന്നും ഇല്ലല്ലോ. ഇത് ഈ പ്രീണന ബജറ്റ് കൊണ്ട് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. ആത്യന്തികമായി ഇപ്പൊ ഏത് മേഖലയിലാണേലും ഇത് കേരളം എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കണ്ടെത്തലെങ്കിലും നടത്തണ്ടേ? അല്ല, കേരളത്തിൽ എന്തായാലും ഒരു മന്ത്രി കൃഷി മന്ത്രി വന്നാൽ എല്ലാ വയലും നികത്തി കൃഷി നടത്തും. ഒരു കൃഷി മന്ത്രി വന്നാൽ എല്ലാം തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ അതിന്റെ ഫോളോ അപ്പ്? ഇപ്പോൾ ഉള്ള ഒരു ഏറ്റവും നിങ്ങളുടെ MLA ആണല്ലോ ഇപ്പോഴത്തെ കൃഷിമന്ത്രി. യഥാർത്ഥത്തിൽ പുള്ളി ഇപ്പൊ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ ഒന്നും പറയുന്നില്ല. പുള്ളി ഈ 2 വർഷം വന്ന ആദ്യമൊക്കെ ഭയങ്കര ആവേശം കാണിച്ചത്. പക്ഷെ ഇപ്പൊ പുള്ളി പെട്ടിരിക്കുകയാണ്. പുള്ളി പിന്നെ ചെരുപ്പിട്ട് നടക്കുന്നു, നല്ല സാധാരണ കോട്ടനെ മുണ്ടെടുത്ത് നടക്കുന്നു എന്ന് കരുതിയിട്ട് പുള്ളി പിന്നെ ഒരുപാട് ഐഡിയ ഉള്ള ആളാണെന്ന് വിചാരിക്കരുത്. അദ്ദേഹം വരുന്ന സമയത്ത് നമ്മൾ എന്താ കരുതിയിരുന്നത്, എന്തോ ഇവിടെ വല്ലതും സംഭവിക്കും, കൃഷി വകുപ്പിൽ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു പ്രായോഗികതയിൽ വരുമ്പോഴേ ഒന്നും നടക്കുന്നില്ല. അപ്പൊ എന്തിനാണ് ഇവർ കേന്ദ്രത്തിൽ സമരം നടത്തിയെന്നുള്ളത് മാത്രമാണ് ഇപ്പൊ യഥാർത്ഥ ജനങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പൊ എത്ര കാലം പറയും ഇങ്ങനെ കേന്ദ്രം നമുക്ക് തരാനുള്ള കാശ് തരുന്നില്ല. നമ്മൾ ഇത്തരം സമരത്തെ ഒന്നും അങ്ങനെ അതിന്റെ ഗൗരവത്തിൽ എടുക്കരുത്. അല്ല, ഞാനിത് തെരഞ്ഞെടുപ്പ് സമരങ്ങളാണ്. കേരളത്തിന്റെ പ്രതിനിധിയായിരിക്കുന്ന KV തോമസ് മാഷോട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചു, മാഷെ യഥാർത്ഥത്തിൽ മാഷ് വിചാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, മാഷാണല്ലോ ഇവരുമായിട്ട് നിരന്തരമായി. അപ്പൊ മാഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഇടപെടാൻ പറ്റില്ല, അത് രാഷ്ട്രീയമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മാഷ് പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയമാണെന്ന്. ഇന്ന് മാഷാണ് അതിന് വേണ്ടിയിട്ടുള്ള അവിടെയുള്ള എല്ലാ അവിടുത്തെ സ്ഥലത്തെ സംഘാടക സമിതി കൺവീനർ പുള്ളിയാണ്. മാഷ് പിന്നെ രാഷ്ട്രീയ നിയമനം അല്ലല്ലോ. അല്ലാതെ നിയമനമായതുകൊണ്ട് പുള്ളി അത് പറഞ്ഞു അത് രാഷ്ട്രീയമല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് അത് രാഷ്ട്രീയമാണ്. അതെ. അപ്പം ഇത് എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെയുള്ള കുറേ അഭ്യാസ പ്രകടനങ്ങളുണ്ട്. ഈ അഭ്യാസ പ്രകടനങ്ങൾ കൃത്യമായിട്ട് അവിടെ നടത്തിയാൽ മാത്രമേ ഇവിടെയുള്ള ആളുകൾ കണ്ട. ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഈ കോടതിയിലെ എതിർ വക്കീല് എന്താ അത് കോഴി കൊത്തുന്ന പോലെയാണ് കൊത്തിയത്, വക്കീലിന് കാശ് കൊടുത്താൽ എന്താ ഇത് 2 വക്കീൽ പോരാ, അവർ കഴിഞ്ഞിട്ട് ഒരുമിച്ച് മസാല ദോശ കഴിക്കുന്നത്. നമ്മൾ കാണുമെന്ന് വിചാരിക്കാം ഞാൻ കാശ് കൊടുത്തുകൊണ്ട് അവർ എന്തോ ഒരു അഭ്യാസം നടത്തിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ട്രിപ്പീസ് കളിക്കാരൻ്റെ ഒരു മാനസികാവസ്ഥയിലല്ലേ ഇവർ നിൽക്കുന്നത്. അതിന് സംശയമില്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഈ ഒരു യാത്ര, എല്ലാവരും യാത്ര നടത്തി ഇതൊക്കെ വരികയല്ലേ. പക്ഷേ ചില യാത്ര ഇപ്പൊ സുരേന്ദ്രൻ യാത്ര നടത്തിയിട്ട് കോട്ടയത്തെത്തി, കോട്ടയം കഴിഞ്ഞു തോന്നുന്നുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. സുരേന്ദ്രന്റെ യാത്ര ആരും അറിഞ്ഞില്ല. അല്ല, അത് സുരേന്ദ്രന്റെ ഗുണമുണ്ടല്ലോ, സുരേന്ദ്രന്റെ ഗുണമുണ്ട്. ശരിയാണ്, പക്ഷെ ആരും അറിയുന്നില്ല. നേതാവ് പണ്ട് നല്ല ഒരു നേതാവ് ഇങ്ങനെ കേരളം മുഴുവൻ നടന്നിട്ടേ, അപ്പോൾ എന്താ ചോദിച്ചത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടക്കുന്ന? ഞാൻ നടക്കുന്ന എന്റെ തടി നോക്കാനാണ്, ഇവന്മാരെന്റെ പുറകെ നടക്കുന്ന എന്തിനാന്നറിയില്ല എന്ന് പറഞ്ഞാലാണ് അത്. ഈ രാഷ്ട്രീയക്കാർ യഥാർത്ഥത്തിൽ ഈ പൊളിറ്റീഷ്യന്മാര് എന്ന് പറയുന്നത് ചേട്ടൻ പണ്ട് അവതരിപ്പിച്ച പ്രോഗ്രാം ഉണ്ടല്ലോ, പൊളിട്രിക്സ് ആണല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ പല ട്രിക്സുകൾ ഉപയോഗിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കുക. ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ആളുകളെ സ്ഥിരമായി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണയാണ് അത്. ഈ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആളുകൾ ശരിയായി തന്നെയാണ് ധരിക്കുന്നത്. അല്ല, പക്ഷെ ശരിയായി ധരിക്കുന്നു എന്ന് പറയുമ്പോഴും ചില ഗിമ്മിക്കുകളിൽ ആളുകൾ പെട്ടുപോകുന്നില്ല എന്ന് സംശയം. അതുണ്ടാവും. കുറച്ചുപേരൊക്കെ എന്തെങ്കിലും അങ്ങനെ പെടുമല്ലോ. അത് ഒന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തൃശ്ശൂർ എടുക്കും എന്ന് ഒരാൾ പറയുമ്പോൾ അത് എല്ലാ ആളുകളും പലരും ഏറ്റു പറയുന്നു, തൃശ്ശൂർ എന്തായാലും സുരേഷ് ഗോപി ഇത്തവണ എടുത്തിരിക്കും എന്ന്. അത് ഭയങ്കര മണ്ടത്തരല്ലേ? തൃശ്ശൂർ എടുക്കും എന്നെങ്ങനെ ഒരാൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റും? അല്ല, അത് വൈകാരികമാണ് അങ്ങനെ. അല്ല, അതൊക്കെ വൈകാരിക പ്രകടനം അല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം അല്ല, അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ അങ്ങനത്തെ ഉള്ള പ്രകടനങ്ങളിലൂടെയാണല്ലോ നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സംഭാവനകൾ എന്തൊക്കെയാണ്, അതിൽ എത്രത്തോളം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും, മാത്രമല്ല അതിന്റെ രാഷ്ട്രീയവും മറ്റു കാരണങ്ങൾ
പിന്നെ ആളിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ അവിടുത്തത് എന്നൊക്കെ ആലോചിച്ചിട്ടല്ലേ പുള്ളിയെ പറയാറ്. കുഞ്ഞുണ്ണി മാഷ് പണ്ട് എത്രയോ വർഷം മുമ്പ് പ്രവചിച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെ, വളരെ കൃത്യമാണ്. രാക്ഷസനിൽ നിന്ന് രാ, ദുഷ്ടിൽ നിന്ന് ഇഷ്ട്, പീറയിൽ നിന്ന് റാ, ഈച്ചയിൽ നിന്ന് ഈ, മായത്തിൽ നിന്ന് യം. ഇതാണ് രാഷ്ട്രീയം എന്നിരിക്കെ ഈ നാടെങ്ങനെ നന്നാവും?